ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിയ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ പോസ്റ്റാണ്. നമ്മൾ കൊറിയർ അയക്കുന്ന വീഡിയോ ആണ്. രണ്ടിടത്തേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പോകുന്നത്. ഇതേപോലെ നമ്മൾ ബോക്സിനകത്ത് ആദ്യം ഹോൾ ഇടും, നല്ല രീതിയിൽ ഹോൾ ഇടും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട് അയച്ചിട്ട് 2-3 കോഴി ചത്തിരിക്കുന്നത്. ഇതേപോലെ ശരിക്കും ഹോൾ ഇടണം. അതിനകത്ത് ഹോൾ കുറവായിരുന്നു. ഇത് കണ്ട നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുള്ളപ്പോൾ ശരിക്കും ഹോൾ ഇടണം. എന്നാൽ ഹോൾ വലുതാകാനും പാടില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമുക്ക് പോകാനുള്ളത് ഒന്ന് പാലക്കാട്, ഒന്ന് മലപ്പുറത്തേക്കാണ് പോകുന്നത്. ഒരു 10 എണ്ണം പാലക്കാടും ഒക്കെ ഒരു 30 എണ്ണം മലപ്പുറം. ആ രീതിയിലാണ് പോകുന്നത്. 2 കൊറിയറായിട്ടാണ് പോകുന്നത്. 10-40 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമുക്ക് എല്ലാ മാസം കുഞ്ഞുങ്ങൾ കാണും കൊടുക്കാൻ വേണ്ടി. നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ. ഇത് കണ്ട ചാരപ്പുള്ളിയുണ്ട്, നേക്കൻ നെക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, കുറുങ്കാലിയുണ്ട്, നേക്കൻ നെക്കുണ്ട്, സാധാ കളറുണ്ട്. ഇതാണ് 9 എണ്ണം ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവർക്ക് ഒരു 3 കാപ്പിരി, നേക്കൻ നെക്ക് 3, സാധാ കളർ 3, അങ്ങനെ 9 എണ്ണമാണ്. നല്ല കുഞ്ഞുങ്ങളാണ്. 130 രൂപ റേറ്റ് നമ്മൾ ഈ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരു മാസമായത് കണ്ട നല്ല കുഞ്ഞുങ്ങളാണ്, ഹെൽത്തി കുഞ്ഞുങ്ങളാണ്. കണ്ട ഇത് പാലക്കാടിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളാണ്. ഇതേപോലെ ബോക്സിനകത്ത് നമ്മൾ വൈറ്റ് പേപ്പർ മേലിലൊട്ടിക്കും. അപ്പോൾ പേരും നമ്പരൊക്കെ എഴുതുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് 30 കുഞ്ഞുങ്ങളാണ് നമുക്ക് മലപ്പുറത്തേക്ക് പോകുന്നത്. 30 കുഞ്ഞുങ്ങൾ. സിൽവർ മറ്റേ സിൽവർ ഇതുണ്ട്, ചാരലൈ, സിൽവർ പുള്ളി, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതൊക്കെ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട്. നല്ല കുഞ്ഞുങ്ങളാണ്. കണ്ട നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളെല്ലാം. ഇത് ഉള്ളിൽ എനിക്കപ്പെട്ട കളറ്, തനി വൈറ്റ്, എല്ലാ കളറും ഉണ്ട്. കണ്ട 30. ഇതേപോലെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത്. നല്ല ഹോളിട്ട് സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുക്കും. നമുക്ക് അവിടം വരെ യാത്ര ചെയ്യേണ്ടിയില്ല. ചെല്ലുന്ന സമയത്ത് അവർ ഗ്ലൂക്കോസുകൾ ആദ്യം കൊടുക്കണം. അപ്പോൾ ക്ഷീണം അങ്ങ് മാറി കിട്ടും. അങ്ങനെ രണ്ടും നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കണ്ട മേലെ അഡ്രസ്സൊക്കെ എഴുതും. കണ്ട നല്ല കൃത്യമായിട്ട് എഴുതും. അപ്പോൾ അവർക്ക് വായിക്കാനും എളുപ്പമെന്നാണ്. ഇതേപോലെ നീറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ കൊറിയർ അയക്കുന്നത് ചോദിക്കുന്നുണ്ട്. അതാണ് ഈ വീഡിയോ ഇട്ടത്. 2 ബോക്സിന് പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹോളുണ്ട്. അതിന് പുറത്തേക്ക് ഇറങ്ങാനും ചെയ്യരുത്. എന്നാൽ നല്ല രീതിയിൽ ശ്വാസവും കാര്യങ്ങളും കിട്ടുകയും വേണം. അങ്ങനെ രീതിയിൽ ഹോൾ ഇടണം. അങ്ങനെ അവിടെ പോയി കാത്ത് നിൽക്കുകയാണ്. നമ്മൾ ഹൈവേ സൈഡിൽ നിൽക്കുകയാണ്, വണ്ടിയും കാത്ത് നിൽക്കുകയാണ്. അരമണിക്കൂർ മുമ്പേ പോയി നിൽക്കണം. അവർക്കല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യത്തില്ല. അവർ പറയുമ്പോൾ നമ്മൾ അരമണിക്കൂർ മുമ്പേ പോയി നിന്നാക്കണം. അങ്ങനെ അവർ വന്ന് 2 ബോക്സ് നമ്മൾ കയറ്റി വിടുന്നു. സഹജീവിന ട്രാൻസ്പോർട്ടേഷൻ. ഈ പെസ്സുകളെ കൊണ്ടുവന്ന് മാത്രം വണ്ടിയാണ്. പൂച്ച, പട്ടി, കോഴി, താറാവ്, കിളികളെല്ലാം അതിൻ്റെ അകം ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് കണ്ട എല്ലാം ഉണ്ട്. പൂച്ച, പട്ടി, എല്ലാ കോഴിയും, താറാവും എല്ലാം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.